എനിക്ക് ഫോൺ ഓഫ് ആക്കിയിട്ട് പോയിക്കൂടെ? അറിയാണ്ടായിപ്പോ. ഹലോ ഹലോ കാജു പറയണേ. ഉമ്മ ഹോസ്പിറ്റലിലാ. എന്താ പറ്റിയേ? ഉമ്മക്ക് പിന്നെയും വയ്യാണ്ടായി. ഒന്ന് വന്ന് ഉമ്മാനെ കണ്ടിട്ട് പോയിക്കോ. ഞാനിപ്പോ എന്തിനാ ആഴ്ച വരിക? എനിക്കറിയാലോ കാരണം കടങ്ങളും കാര്യങ്ങളൊക്കെ. ഉമ്മാക്ക് കങ്ങനെ കാണണമെന്നാ പറയുന്നേ. ഇപ്പൊ നടക്കൂല, അതുപോലെ നല്ല റേറ്റാ ടിക്കറ്റ്. ഇല്ല വേണേക്കാർക്ക് വരാൻ പറ്റില്ല ഇപ്പൊ. ഞാൻ എന്തായാലും നോക്കട്ടെ. എന്താടാ, എന്താ പ്രശ്നം? ഒന്നും വേണ്ട, ഉമ്മാക്ക് സുഖമില്ല. ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കട്ടാ, ഞാൻ ഡ്രൈവിംഗിലാട്ടാ. ഹലോ ഹലോ, സുഖല്ലേ? അൽഹംദുലില്ലാ, സുഖമായിട്ട് പോന്നു. നമ്മൾ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. ഹാജി രാവിലെ തന്നെ വിളിച്ചിരുന്നു. ഉമ്മാക്കിപ്പോ എങ്ങനെയുണ്ട്? ഉമ്മ കാണണം തന്നെ പറയുന്നത്. നിങ്ങൾക്ക് ഒന്ന് വന്നിട്ട് പോയി. എന്താ പറയുന്നത്? എല്ലാവരും നീയാണ് ഈ പറയുന്നത്. ഞാനിപ്പോ എങ്ങനെ വരിക? അതല്ല, ടിക്കറ്റിന് ഭയങ്കര പൈസ. എനിക്ക് വരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എങ്ങനെങ്കിലും നോക്ക്. ഷമീർ ഇന്ന് നേരം ചെയ്യാന്നല്ലേ വരുന്നത്? ഒരു രക്ഷയില്ല, അല്ല പക്ഷെ നമ്മക്ക് ആദ്യം രണ്ടു വന്നിട്ടില്ല, അതാ പറ്റില്ല. ഷമീർ എന്ത് പറഞ്ഞു? അതെയാ, എന്നാ പറ്റിയേ? ഉമ്മക്ക് സുഖമില്ലടാ, ഹോസ്പിറ്റലല്ലേ, കുറച്ച് സീരിയസ് ആണ്. ഞങ്ങളൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാനാ പറയുന്നത്. അവസ്ഥ ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളമ്മ പോയിട്ടോ? അറിയാ എന്താ നിങ്ങള് അറിയാ? എനിക്ക് പോകാൻ പറ്റിയില്ല. എല്ലാരും പറഞ്ഞു വന്നിട്ട് കണ്ടിട്ട് പോണേ. സുമേഷേ, എടാ നമ്മള് സംഗീതത്തിന്റെ ഒപ്പം വെച്ചിട്ടുണ്ടാ ഇപ്പോ. എടാ അവർക്ക് നമ്മൾ എങ്ങനെ വേണം നാട്ടിലേക്ക് കയറ്റി വിടണം നാളെ രാവിലെ. ഈ വൈകുന്നേരത്തെ ക്രിക്കറ്റ് റൂമിലിട്ടിട്ട് എല്ലാവരും കൂടി ഒന്ന് ടിക്കറ്റ് എടുത്ത് വേണം കയറ്റി വിടണം. ഓക്കെ ഓക്കെ, ഞാൻ ലിങ്ക് വെച്ചാ. നീ സുജുമനൊന്ന് വിളിക്കട്ടാ. ഓക്കെ. ഹലോ മുനീർക്ക, എന്താടാ? നിങ്ങൾ പെട്ടെന്ന് റൂമിൽ കയറി. നമ്മൾ ഷമീർക്കാരുടെ ഉമ്മ മരിച്ചു. ഷമീറിന്റെ ഉമ്മയാ? പെട്ടെന്ന് വാ. ഉള്ളിലുണ്ട്. ഈ ഷമീറിനെ കൂട്ടി പോയിട്ട് അവന്റെ കമ്പനി പാസ്പോർട്ടിങ് വാങ്ങിക്കും. നമ്മളപ്പോഴത്തേക്ക് ടിക്കറ്റ് നോക്കട്ടെ. ഓക്കെടാ. ഷമീറെ, ഉമ്മാക്ക് എന്താടാ പറ്റി? ഉമ്മാക്ക് നെഞ്ഞത്തിന് വേദന.
അതിന് മെഡിസിൻ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് സീരിയസ് ആയി. എനിക്കാണെങ്കിൽ നാട്ടിൽ പോകാൻ പറ്റിയില്ല. പോയിട്ട് കാണാൻ വേണ്ടി എല്ലാവരും പറഞ്ഞു. ബേജാറാണ്ട് സുനില, എത്രയും പെട്ടെന്ന് നാട്ടിലെത്തട്ടാ. മന്ദു പേടിയാ നിൽക്കുമെന്ന് പറഞ്ഞേ. അവിടെ കുറച്ച് സാധനം ഇതിലൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി എന്താ വേണ്ടത് നോക്കി വെച്ചോ. ഇപ്പൊ 2 മണിക്കൂർ റെസ്റ്റ് എടുത്തു. നാളെ രാവിലെ ഫ്ലൈറ്റ് കേട്ടോ. പറയടാ ഇറങ്ങാൻ പോകുന്നു പറയുന്നത് ക്യാൻസലാ. എയർപോർട്ട് ഇറങ്ങാൻ സമയത്ത് ക്യാൻസൽ എന്ന് പറയുന്നത്. റഫീഖ, ഈ ഫ്ലൈറ്റ് അല്ലാണ്ട് വേറൊരു ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടിയില്ലേ? പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വേറെ ഫ്ലൈറ്റ് ഇല്ല, ഡയറക്റ്റ് ഫ്ലൈറ്റ്. പിന്നെ അവന്റെ ഉമ്മാന്റെ മയ്യത്തിന് വേണ്ടി കാണണ്ടേ? പിന്നെ ഇതല്ലാണ്ട് വേറെ ഫ്ലൈറ്റ് ആയിട്ടില്ല കോഴിക്കോടേക്ക്. എവിടെ ഒരു അർജന്റ് കാര്യത്തിന് പോകണമെങ്കിൽ ഫ്ലൈറ്റ് ഒന്നും കിട്ടിയാൽ കിട്ടൂല. പിന്നെ ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇത് ഫ്ലൈറ്റ് ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളൂ. പിന്നെ കോഴിക്കോടിന്റെ കുത്തകை ഫ്ലൈറ്റ്